നമസ്കാരം, മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ എനർജി. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ എനർജിയും എൻ്റെ ചാനലുമായി കണക്റ്റ് ആകുക. ഓക്കെ, ഫസ്റ്റ് നമുക്ക് നോക്കാം നിങ്ങളുടെ കറണ്ട് എനർജി എന്താണ്. പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. പ്രധാന ദൂതൻ ഗബ്രിയലിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും സാന്നിധ്യം കാർഡ്സിലേക്ക് ക്ഷണിക്കുന്നു. പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു എൻ്റെ വ്യൂസിൻ്റെ കറണ്ട് എനർജി എന്താണ്. ഓക്കെ, നിങ്ങളിപ്പോൾ നിങ്ങളുടെ നഷ്ടങ്ങളിൽ നിന്നും നിങ്ങളുടെ മൈൻഡിനെ നിങ്ങൾ തിരിച്ചെടുത്ത് നിങ്ങളുടെ ഉള്ളിൽ വളരെ ശക്തിയോടുകൂടി മുന്നോട്ട് പോകുവാൻ തീരുമാനിച്ചിരിക്കുന്ന ഒരു എനർജി ഇവിടെ കാണുന്നു. നിങ്ങൾക്ക് എന്തൊക്കെയോ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, മാനസികമായിട്ടോ അല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. പക്ഷേ നിങ്ങൾ അതിൽ നിന്നും അതിജീവിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ മാനസികപരമായി നിങ്ങൾ പ്രതികൂല സാഹചര്യങ്ങളെ ഫേസ് ചെയ്യാൻ തയ്യാറായി മുന്നോട്ട് പോകുകയും നിങ്ങളുടെ ഉള്ളിലുള്ള എനർജിയെ അത് എന്ത് തന്നെയാണെങ്കിലും അതിനെ ഉയർത്തിയെടുക്കുവാൻ നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നതായി കാണുന്നു. അത് വിജയം ലക്ഷ്യം കാണുന്നതിന് വേണ്ടിയിട്ടുള്ള എനർജിയായി ഇവിടെ കാണുന്നു. നിങ്ങളുടെ സ്ട്രഗിൾ സിറ്റുവേഷനെ എല്ലാം മറികടന്ന് പോകുവാൻ നിങ്ങൾ തയ്യാറാകുന്നു. ഇപ്പം ഈ ഒരു ഫഡൻ ഈ ഒരു നൈറ്റ് എന്ന് പറയുന്നത് തൻ്റെ പ്രതികൂല സാഹചര്യങ്ങളെ ഫേസ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. അതിൽ വിജയം കാണുകയും ഗ്രോത്തിന് വേണ്ടിയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയെയാണ് നമ്മളിവിടെ കാണുന്നത്. ഓക്കെ, അതോടൊപ്പം തന്നെ മെജീഷ്യൻ്റെ കാർഡും വന്നിരിക്കുന്നു. മെജീഷ്യൻ്റെ കാർഡ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം തന്നെ നിങ്ങൾ നേടിയെടുക്കും. അത് നിങ്ങളുടെ കഠിനാധ്വാനം കൊണ്ടാണ്, ആരും ഫ്രീ ആയിട്ട് തരുന്ന ഒന്നൊന്നുമല്ല. നിങ്ങളുടെ കഠിനാധ്വാനത്തിൽ തന്നെ നിങ്ങൾ ചിലത് നേടിയെടുക്കും. നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ ബ്ലെസ്സിങ്ങിൻ്റെ അല്ലെങ്കിൽ ചില ഓപ്പർച്യൂണിറ്റി നിങ്ങളിലേക്ക് കടന്നു വരുന്നതിൻ്റെ ടൈമായിട്ടാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഈ എനർജിയിലൂടെ എത്ര പേര് കടന്നു പോകുന്നു എന്നൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ആ ഒരു മാനസിക മാറ്റത്തിന് പ്രപഞ്ചത്തോട് നന്ദി പറയുക. പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂവേഴ്സ് ഫേസ് ചെയ്യുന്നതായിട്ടുള്ള റൂട്ട് ഇഷ്യൂ എന്താണ്. റൂട്ട് ഇഷ്യൂ എന്ന് പറയുന്നത് അത് ദ എംപ്രസിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. എന്താണ് റൂട്ട് ഇഷ്യൂ? ഓക്കെ, നിങ്ങൾ മറ്റുള്ളവരെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്, ഒരുപാട് കെയർ ചെയ്തിട്ടുണ്ട്. പക്ഷേ അവരിൽ നിന്നൊന്നും നിങ്ങൾക്ക് ന്യായം ലഭിച്ചിട്ടില്ല എന്ന് കാണുന്നു. നിങ്ങൾ ഒറ്റപ്പെട്ടു പോയിരിക്കുന്ന സിറ്റുവേഷൻ കാണുന്നു. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ എത്രത്തോളം എഫേർട്ട് മറ്റുള്ളവർക്ക് കൊടുത്തിട്ടുണ്ടോ അവരെല്ലാം നിങ്ങളെ ഒറ്റപ്പെടുത്തി ഒരു ഇരുട്ട് റൂമിലാക്കിയിരിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള സന്തോഷങ്ങളെല്ലാം മാറ്റി നിർത്തപ്പെട്ടിരിക്കുന്ന അവസ്ഥ, നിങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനെ കാണിക്കുന്നു. മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. ഇതിന് കാരണമെന്ന് പറയുന്നത് നിങ്ങൾ ഒരുപാട് വ്യക്തികളെ സഹായിച്ചിട്ടുണ്ട്, സ്നേഹിച്ചിട്ടുണ്ട്, അവർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അവരുടെ ഗ്രോത്തിന് വേണ്ടി നിങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ അവരിൽ നിന്ന് കിട്ടിയതെല്ലാം നിങ്ങളുടെ മാനസികമായി തളർത്തുന്ന ചില കാര്യങ്ങളെയാണ് നിങ്ങൾക്ക് അവരുടെ ഭാഗത്തു നിന്നും കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ റൂട്ട് ഇഷ്യൂ എന്ന് പറയുന്നത്. ജോലി സ്ഥലത്തായിരിക്കാം, റിലേഷൻഷിപ്പിലായിരിക്കാം, നിങ്ങൾക്ക് നീതി ലഭിച്ചിട്ടില്ല. നിങ്ങൾ കൊടുത്തതൊന്നും നിങ്ങൾക്ക് തിരിച്ചു കിട്ടില്ല. നിങ്ങൾ സമയം കൊടുത്തു, സ്നേഹം കൊടുത്തു, അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള എല്ലാ ഉത്തരവാദിത്തങ്ങളും കൃത്യമായി ചെയ്തിട്ട് അതിനിപ്പം വീട്ടുകാർക്ക് വേണ്ടിയിട്ടാണെങ്കിലും സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും നാട്ടുകാർക്ക് വേണ്ടിയിട്ടാണെങ്കിലും നിങ്ങൾ ചെയ്തതിൻ്റെ യാതൊരു ഫലവും നിങ്ങൾക്ക് തിരിച്ചു കിട്ടാതെ നിങ്ങൾ ഇഗ്നോർ ചെയ്ത് നിങ്ങളുടെ ഭാഗം മനസ്സിലാക്കാതെ അനീതി കാണിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരുന്നു. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സ്ഥാനം, മാനം, ലക്ഷ്യം ഇതെല്ലാം നിങ്ങൾക്കുണ്ടായിരുന്നു. ഗ്രോത്ത് എല്ലാം ഉണ്ടായിരുന്നു. വളരെ സമാധാനവും സന്തോഷവും നിങ്ങളുടെ മുന്നിലെത്തുന്നവർക്ക് നിങ്ങൾ കൊടുത്തിരുന്നു. പക്ഷേ അവരിൽ നിന്ന് കിട്ടിയതെല്ലാം നിങ്ങൾക്ക് നല്ലൊരു പ്രഹരം നിങ്ങൾക്ക് ലഭിച്ചതായി കാണുന്നു. എല്ലാവർക്കുമല്ല, ചില വ്യക്തികൾക്കെങ്കിലും അവരുടെ പ്രോപ്പർട്ടി നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം, അവരുടെ സ്ഥാനം നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം, അവരുടെ റിലേഷൻഷിപ്പ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കാം. ഇതുപോലെയുള്ള എനർജിയിലൂടെ നിങ്ങൾ കടന്നു പോയിരിക്കുന്നതായി കാണുന്നു. ഇതാണ് നിങ്ങളുടെ റൂട്ട് ഇഷ്യൂ ആയി കാണുന്നത്. ഓക്കെ, പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു നിയർ പാസ്റ്റിൽ എൻ്റെ വ്യൂസ് ഫേസ് ചെയ്യുന്നതായിട്ടുള്ള പ്രോബ്ലം എന്താണ്. പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. നിയർ പാസ്റ്റിൽ നിങ്ങൾ ചില ചലഞ്ച് സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യുവാൻ തീരുമാനിച്ചിരുന്നു. പക്ഷേ അത് നിങ്ങൾക്ക് സാധിച്ചിരുന്നില്ല. ഒരുപാട് പ്രാവശ്യം നിങ്ങളെ മാനസികമായി തകർത്തിരുന്ന ചില സിറ്റുവേഷനിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാൻ നിങ്ങൾ ശ്രമിച്ചിരുന്നു. അത് റിലേഷൻ ആയിരിക്കാം, സാമ്പത്തിക സിറ്റുവേഷൻ ആയിരിക്കാം. ഒരുപാട് ശ്രമിച്ചെങ്കിലും അതിൽ നിന്ന് നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്ത് നിങ്ങൾക്ക് സമാധാനത്തോട് മുന്നോട്ട് പോകാൻ സാധിച്ചില്ല. നിങ്ങളുടെ ഓവർ തിങ്കിങ്ങിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു വരാൻ സാധിച്ചിട്ടില്ല എന്ന് കാണുന്നുണ്ട്. ഓക്കെ, എലോണാണ് കാണുന്നത്. നിങ്ങൾ ഒറ്റപ്പെട്ടു പോയിരുന്ന അവസ്ഥയെ ഇവിടെ കാണുന്നുണ്ട്. നിങ്ങൾക്ക് ചെയ്യാവുന്നതിൻ്റെ പരമാവധി നിങ്ങൾ ചെയ്തിട്ടും നിങ്ങൾ ഒറ്റപ്പെട്ട് ഈ ലോകവുമായി യാതൊരു കണക്ഷനും ഇല്ലാത്ത അവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു പോയതായി കാണുന്നു. നിങ്ങളുടെ ഉള്ളിലെ ജ്ഞാനത്തെ മാത്രം നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ ഇന്നർ വോയിസിനെ കേട്ടുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുവാൻ തീരുമാനിച്ചിരിക്കുന്ന ഒരു എനർജി കാണുന്നു. അപ്പോൾ എന്താണ് നിങ്ങളുടെ നിയർ പാസ്റ്റിൽ നിങ്ങൾക്കുണ്ടായ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒറ്റപ്പെട്ടു പോയി. ചില സ്ഥലങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മാറി പോകേണ്ടതായി വന്നിട്ടുണ്ട്. ചില വ്യക്തികളുടെ മനസ്സിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ ചില സ്ഥാപനങ്ങളിൽ നിന്നായിരിക്കാം. നിങ്ങൾക്ക് കൂട്ടിന് ആരും തന്നെ ഉണ്ടായിരുന്നില്ല. നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി എല്ലാ സഹായങ്ങളും ചെയ്തിരുന്നുവെങ്കിലും അവരെല്ലാം കൂടി നിങ്ങളെ ഒറ്റപ്പെടുത്തിയിരിക്കുന്ന അവസ്ഥകളിലൂടെ നിങ്ങൾ കടന്നു പോയിരിക്കുന്നതായി കാണുന്നു. ഒരുപാട് ഭാരം നിങ്ങൾ അനുഭവിക്കുന്നതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. മുന്നോട്ട് എങ്ങനെ പോകണമെന്നറിയാതെ നിങ്ങളുടെ ചിന്തകൾ കൊണ്ടും അല്ലാതെ നിങ്ങളുടെ ശാരീരികമായ ഭാരങ്ങൾ, കഠിനാധ്വാനങ്ങൾ കൊണ്ടും തളർന്നു പോയിട്ടുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടായതായി കാണുന്നു. ഓക്കെ, പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ ഫ്യൂച്ചർ എന്താണ്. പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. നിയർ ഫ്യൂച്ചർ എന്താണ്.
പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു നിയർ ഫ്യൂച്ചർ എന്താണ്. ഓക്കെ, ഇത് മൂണിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ പാസ്റ്റിലെ ചില ചിന്തകളിൽ നിന്നും നിങ്ങൾ പുറത്ത് വരേണ്ടതായിട്ടുണ്ട്, അതിനെ വിട്ട് കളയേണ്ടതായിട്ടുണ്ട്. ഇല്ലാത്ത പക്ഷം നിങ്ങൾക്ക് മുന്നോട്ട് പോകുന്നതിൽ സ്ട്രഗിളാണ് കാണുന്നത്. നിങ്ങൾ വിട്ടുകളയേണ്ട ചില കാര്യങ്ങൾ, ഇഗ്നോർ ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ ഇഗ്നോർ ചെയ്യുക. എങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് നല്ലൊരു രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുക. ഇവിടെ മൂണിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ രഹസ്യങ്ങളുടെ പിന്നാലെ പോകുന്നുണ്ട്. രഹസ്യത്തിൻ്റെ ചുരുൾ അഴിക്കുവാൻ നിങ്ങളുടെ പാസ്റ്റിൽ നടന്നിട്ടുള്ള ചില കാര്യത്തിൻ്റെ രഹസ്യങ്ങളെ നിങ്ങൾ തിരഞ്ഞു പോകുന്നു. അത് നമുക്ക് ഫ്യൂച്ചറിൽ അറിഞ്ഞിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രസൻറ്റിൽ അറിഞ്ഞിട്ട് നിങ്ങൾക്ക് യാതൊരു കാര്യവുമില്ല എങ്കിൽ പോലും നിങ്ങൾ ചില കാര്യങ്ങളുടെ രഹസ്യങ്ങൾ എന്താണ്, എന്തുകൊണ്ടാണ് അവരങ്ങനെ ചെയ്തത്, അത് ചുമ്മാതെയെങ്കിലും അറിയാൻ പോകുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ കടന്നു പോകാതിരിക്കുക എന്ന് യൂണിവേഴ്സ് ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ മാനസികാവസ്ഥ ഇപ്പം നിങ്ങൾക്ക് രണ്ട് സ്വഭാവത്തെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ ബോധ മനസ്സിനെയും ഉപബോധ മനസ്സിനെയും കാണിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ മൈൻഡ് നമ്മുടെ കൺട്രോളിങ്ങിലാകാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. പിന്നെ നമ്മുടെ മൈൻഡ് ആയിരിക്കും നമ്മളെ ഭരിച്ചുകൊണ്ട് പോകുന്നത്. അങ്ങനെ പോകുന്ന അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാകുമല്ലേ. നമ്മുടെ ശരീരം നമ്മൾ ചിന്തിക്കുന്നിടത്ത് നിൽക്കത്തില്ല, ചിന്തയ്ക്കനുസരിച്ച് നമ്മുടെ ശരീരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ പോകുകയാണെങ്കിൽ ഒരു വിധത്തിലും നമുക്ക് നമ്മുടെ ശരീരത്തിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നിന്നെല്ലാം നിങ്ങൾ പുറത്ത് വരേണ്ടതായിട്ടുണ്ടെന്ന് പറയുന്നു. അല്ലാത്ത പക്ഷം മുന്നോട്ട് പോകുന്നത് വളരെ മാനസിക ബുദ്ധിമുട്ടിലൂടെ ആയിരിക്കും പോകുന്നത്. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ നിയർ ഫ്യൂച്ചർ എന്താണ്. ഓക്കെ, നിങ്ങളുടെ ഉള്ളിലുള്ള വീണ്ടും മൂണിൻ്റെ എനർജി തന്നെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ ഉള്ളിലുള്ള സൗണ്ടിനെ നിങ്ങൾ കേൾക്കുക. നിങ്ങളുടെ ഉള്ളിൻ്റെ സൗണ്ട് എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ സൗണ്ടാണ്, ശൂന്യതയിലെ സൗണ്ടാണ് നിങ്ങൾ കേൾക്കുന്നത്. ആ സൗണ്ടിൽ നിന്ന് നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ, പുതിയ ആശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് ജ്ഞാനമുണ്ട്, ഒരുപാട് അറിവുകളുണ്ട്, ജീവിതം കൊണ്ട് നിങ്ങൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ പുറമേ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തതയൊന്നും കിട്ടത്തില്ല. കാരണം നിങ്ങളുടെ മനസ്സ് ഉപബോധ മനസ്സും തങ്ങളിൽ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അതുകൊണ്ട് തന്നെ പ്രപഞ്ചം നിങ്ങളോട് പറയുന്നു മെഡിറ്റേഷൻ ചെയ്യുക. മെഡിറ്റേഷൻ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഉള്ളിലെ ശബ്ദത്തെ കേൾക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. നിങ്ങളുടെ മൈൻഡിനെ നിങ്ങളൊന്ന് റിലാക്സ് ആക്കുക എന്ന് പ്രപഞ്ചം നിങ്ങളോട് പറയുന്നുണ്ട്. ഓക്കെ, എങ്കിൽ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് പ്രപഞ്ചത്തിൽ നിന്നുള്ള ഒരു ജ്ഞാനം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്, യൂണിവേഴ്സുമായിട്ടുള്ള ഒരു കണക്ഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്, നിങ്ങൾക്ക് അറിവ് ലഭിക്കുന്നുണ്ട്. സ്പിരിച്വലായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നു. ഈ മാസം എന്ന് പറയുന്നത് 11ാം മാസമാണ്. സൂര്യൻ്റെ എനർജിയും അതുപോലെ തന്നെ ചന്ദ്രൻ്റെ എനർജിയും നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു മാസമാണ്. ഡബിൾ 1 ആണ് വന്നിരിക്കുന്നത്. അപ്പം സൂര്യൻ്റെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള എനർജിയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ മൂണിൻ്റെ എനർജിയും ഇൻറ്റ്യൂഷൻ പവർ നിങ്ങൾക്ക് വർദ്ധിക്കും. സ്പിരിച്വലായിട്ട് നിങ്ങൾക്ക് ചില അവയർനെസ് ഉണ്ടാകും. ഓക്കെ, പല കാര്യങ്ങളും നിങ്ങളുടെ മുന്നിൽ നിങ്ങൾക്ക് തെളിഞ്ഞു കിട്ടുന്നതായിട്ടുള്ള എനർജിയാണ് കാണുന്നത്. ഓക്കെ, മുന്നോട്ട് പോകേണ്ട കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് യൂണിവേഴ്സ് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ഒരു എനർജിയിലൂടെ നിങ്ങൾ കടന്നു പോകും. പ്ലീസ് ഈ മാസം എൻ്റെ വ്യൂസ് ഫേസ് ചെയ്യുന്നതായിട്ടുള്ള ചലഞ്ച് ആൻഡ് ഫിയർ എന്താണ്. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എന്താണ് എൻ്റെ വ്യൂസ് ഭയപ്പെടുന്നതും ചലഞ്ച് ചെയ്യുന്നതുമായിട്ടുള്ള സിറ്റുവേഷൻ എന്താണ്. ഓക്കെ, നിങ്ങളുടെ പാസ്റ്റിലെ കാര്യമാണ് നിങ്ങളെ ഒരുപാട് ചലഞ്ചും പേടിയും കൊണ്ടുവരുന്നത്. നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോകുമോ, നഷ്ടപ്പെട്ടത് ഇനി എങ്ങനെ തിരിച്ചെടുക്കും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾ സ്റ്റക്കായി നിൽക്കുന്നു. ആ സ്റ്റക്കിൽ നിന്ന് നിങ്ങൾക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാൻ സാധിക്കുന്നില്ല. ചില ഓർമ്മകളിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തിറങ്ങാൻ സാധിക്കുന്നില്ല. നിങ്ങളെ ബന്ധിച്ച് നിർത്തിയിരിക്കുന്നു. നിങ്ങളുടെ നെഗറ്റീവ് തോട്ടുകളിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തിറങ്ങുവാനോ നിങ്ങൾക്ക് മുന്നോട്ടുള്ള കാര്യങ്ങൾ എന്തെന്നോ നിങ്ങൾക്ക് നിശ്ചയിക്കാൻ സാധിക്കാത്ത ഒരവസ്ഥ. ഇതാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ചലഞ്ചായിട്ട് നിൽക്കുന്നത്. നിങ്ങളുടെ മനസ്സിനോട് തന്നെ നിങ്ങൾ പോരാടുന്ന ഒരു സിറ്റുവേഷനെ കാണുന്നുണ്ട്. നിങ്ങളുടെ ഇമോഷണൽ ബാലൻസിനെ കൊണ്ടുവരുന്നതിന് വേണ്ടി നിങ്ങൾ ഒരുപാട് ഫൈറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് മെഡിറ്റേഷൻ ആണ്. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. ഈ ഒരു സിറ്റുവേഷനെ നമ്മൾ എങ്ങനെ ഫേസ് ചെയ്യുമെന്ന് നോക്കാം. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. ഈ ഒരു സിറ്റുവേഷനെ എങ്ങനെ ഫേസ് ചെയ്യും. ഓക്കെ, ഈ ഫേസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ക്രിയേറ്റീവായിട്ട് ചില കാര്യങ്ങൾ ചെയ്യുക എന്ന് പ്രപഞ്ചം പറയുന്നുണ്ട്. എന്താണ് ക്രിയേറ്റീവായിട്ട് ചെയ്യേണ്ടത്. നമ്മൾ വിചാരിക്കുന്നു ഓക്കെ ഇതുകൊണ്ട് നമുക്ക് തൃപ്തിയായി, ഇതുകൊണ്ട് അവസാനിച്ചു എന്ന്. പക്ഷേ ഈ സമയം നമ്മൾ റെസ്റ്റ് എടുക്കേണ്ട വ്യക്തിയല്ല. നമുക്ക് ഇനിയും മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. കാരണം നമുക്കിവിടെ 10 ആയിട്ടില്ല, 9 വരെ ആയിട്ടുള്ളൂ. അപ്പം നമ്മൾ വിചാരിക്കുന്നു ഇതുകൊണ്ട് മതി, ഓക്കെ ഇവിടെ അവസാനിച്ചു എന്ന് വിചാരിച്ചത് ഇപ്പോൾ എനിക്ക് നഷ്ടപ്പെട്ടു, അതായി ഇതായി എന്ന് പറഞ്ഞ് നമ്മുടെ നെഗറ്റീവ് ചിന്തകളിൽ ഒതുങ്ങി നിൽക്കാതെ ഇനിയും നമ്മൾ പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. ഇനി നമ്മുടെ ലൈഫിലേക്ക് ചില കാര്യങ്ങൾ നേടിയെടുക്കാനുണ്ട്. അപ്പോൾ ആ ഒരു മിസ്സിംഗ് ആയിരിക്കുന്ന ആ ഒരു കപ്പിനെ നമ്മൾ തേടി കണ്ടെത്തണം. ആ തേടി കണ്ടെത്തണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ മാനസികാവസ്ഥയെ ശക്തി പ്രാപിക്കണം എന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് പേജ് ഓഫ് കപ്പിൻ്റെ എനർജി വന്നിരിക്കുന്നത്. ഓക്കെ, നമ്മൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. നമ്മൾ അടച്ചിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ നിൽക്കേണ്ട ഒരു വ്യക്തിയല്ല. നമ്മൾ ഇനിയും മുന്നോട്ട് പോകണം. ഒരുപാട് അറിവുകൾ നമുക്ക് സമ്പാദിക്കാനുണ്ട്. ഇനിയും നമുക്ക് ഒരുപാട് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ചില കാര്യങ്ങൾ വിട്ടുകളയുക. ഓക്കെ, നിങ്ങളുടെ സോളാർ പ്ലെക്സ് ചക്ര അത് കൂടുതൽ ശക്തി പ്രാപിക്കുന്നതിന് വേണ്ടി നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക. നിങ്ങളെ ബന്ധിച്ച് നിർത്തിയിരിക്കുന്നത് നേരത്തെ നമ്മൾ കാടെടുത്തതുപോലെ നമ്മൾ സ്റ്റക്കായിട്ട് ചലഞ്ചായിട്ട് നിന്നിരുന്ന അതിനെ പൊട്ടിച്ചെറിയുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ചക്രാസിനെ നിങ്ങൾ എനർജിക്കാക്കുക. നിങ്ങളുടെ ഉള്ളിലെ പ്രകാശത്തെ നിങ്ങൾ പുറത്തോട്ട് കൊണ്ടുവരിക. ഓക്കെ, ആ ശക്തിയെ കൊണ്ടുവരിക. നിങ്ങളെ മുന്നോട്ട് തടഞ്ഞു നിർത്തിയിരിക്കുന്നതിന് നിങ്ങളെ നിരന്തരം കരയിപ്പിക്കുന്നതായിട്ടുള്ള അല്ലെങ്കിൽ വേദനിപ്പിക്കുന്നതായിട്ടുള്ള സിറ്റുവേഷനെ പൊട്ടിച്ചെറിക്കുവാൻ നിങ്ങളുടെ സോളാർ പ്ലെക്സ് ചക്രയ്ക്ക് സാധിക്കും. അതുകൊണ്ട് നിങ്ങളുടെ ചക്രാസിൻ്റെ എനർജിയെ കൂട്ടുക, നിങ്ങളുടെ റൂട്ട് ചക്രയെ ശക്തിപ്പെടുത്തുക എന്ന് യൂണിവേഴ്സ് ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള എനർജി എങ്ങനെയാണ് നമ്മൾ ഇതിനെ ഫേസ് ചെയ്യേണ്ടതെന്നുള്ളത് യൂണിവേഴ്സ് ഇവിടെ പറഞ്ഞു തന്നിരിക്കുന്നു. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എന്താണ് എൻ്റെ വ്യൂസിന് ഈ മാസം പുതിയ മാസത്തിൽ നൽകുന്ന ഗിഫ്റ്റ് എന്താണെന്ന് നോക്കാം.
ഗിഫ്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാലൻസിങ് ആണ്. നിങ്ങളുടെ ജീവിതത്തിൽ എന്താണോ ബാലൻസ് തെറ്റി നിൽക്കുന്നത്, നിങ്ങളുടെ മാനസിക അവസ്ഥയാണെങ്കിലും ശരി തന്നെ, സാമ്പത്തിക അവസ്ഥയാണെങ്കിലും, ജോലിയാണെങ്കിലും, റിലേഷൻഷിപ്പ് ആണെങ്കിലും, ആ ബാലൻസിലേക്ക് കടന്നു വരുന്നു. 5ന്റെ എനർജിയാണ്, ബുധന്റെ എനർജിയാണ് കടന്നു വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കുന്നു, നിങ്ങൾ സ്പിരിച്വൽ വേയിലൂടെ കടന്നു പോകുന്നതായി കാണുന്നു, നിങ്ങൾക്ക് നോളജ് വർദ്ധിക്കുന്നതായി കാണുന്നു. അതുപോലെ തന്നെ പല വ്യക്തികളും നിങ്ങളിൽ നിന്നും അറിവ് നേടുന്നതിന്, നിങ്ങളുടെ വാക്കുകൾക്ക് വില നൽകുന്നതിന്, നിങ്ങളെ റെസ്പെക്ട് ചെയ്യുന്നതിന് നിങ്ങളിലേക്ക് കടന്നു വരുന്നതായി കാണുന്നു. നിങ്ങൾക്ക് അടഞ്ഞിരുന്ന പല വാതിലുകളുടെയും ഉത്തരം നിങ്ങൾക്ക് വരുന്നു എന്നുള്ളതാണ്. നിങ്ങളത് തുറക്കാൻ പോകുന്നു. നിങ്ങളുടെ പ്രതിസന്ധി എന്താണോ അത് ഇവിടെ ഓപ്പൺ ആകാൻ പോകുന്നു എന്നുള്ള ഒരു ഗിഫ്റ്റാണ് നിങ്ങൾക്ക്, ഈ ഒരു ചാവിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പം നിങ്ങൾക്കിത് സ്വീകരിക്കാം. പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്ന ഈ ചാവിയെ നിങ്ങൾ ആത്മാർത്ഥതയോടുകൂടിയും നിങ്ങൾക്കിത് സ്വീകരിക്കാം. പല വ്യക്തികൾക്കും ഈ ഒരു കാർഡ്സ് നിങ്ങൾക്ക് ചിലപ്പോൾ വിശ്വാസം ഉണ്ടാകത്തില്ല. വിശ്വാസമില്ലാത്തവർക്ക് ഇത് വെറും ഒരു കാർഡ് മാത്രമാണ്, എന്തൊക്കെയോ പറയുന്നു, അത്ര മാത്രമാണ്. പക്ഷേ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ ഒരു കാർഡ് വളരെ ആശ്വാസവും സമാധാനവുമാണ്. ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു തുറുപ്പ് ചീട്ടായിട്ടാണ് നിങ്ങളിത് കാണുന്നത്. ഓക്കെ, അങ്ങനെയുള്ള വ്യക്തികളുടെ ജീവിതത്തിലായിരിക്കും ഇതൊരു വലിയൊരു പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് നൽകുന്നത്. ഈ കാർഡ്സ് ആയാലും മറ്റെന്ത് തന്നെയാണെങ്കിലും, ഇപ്പം നമ്മൾ എന്ത് നേർച്ച നേർന്നിരുന്നാലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് സാധിക്കുകയുള്ളൂ. നമ്മുടെ വിശ്വാസമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി എന്തൊക്കെ എത്ര ശക്തിയുള്ള ദൈവത്തിൻ്റെ മുമ്പിൽ ചെന്ന് എന്ത് നേർച്ച നേർന്നിരുന്നാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതിന് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു കഥയാണ്. ഒരാൾ പ്രാർത്ഥിക്കുകയാണ്, ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ്, ഈ മല അവിടുന്ന് മാറി ഇപ്പുറത്തെ വശത്തേക്ക് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ദൈവം പറഞ്ഞു, ശരി, നിന്റെ വിശ്വാസം പോലെ നിനക്ക് സംഭവിക്കുമെന്ന് പറഞ്ഞു. അപ്പം 2 ജനലുണ്ട്. കാരണം ഈ ജനലിൻ്റെ ഭാഗത്ത് നിന്ന് മാറ്റിയിട്ട് അപ്പുറത്തെ ജനലിൻ്റെ അടുത്ത് മല വരണമെന്നാണ് പുള്ളിക്കാരൻ പ്രാർത്ഥിച്ചത്. അപ്പോൾ പുള്ളിക്കാരൻ എന്ത് ചെയ്ത്, എന്നും നേരം വെളുത്താൽ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് കിടക്കും, രാവിലെ എഴുന്നേറ്റാൽ ഉടനെ വന്ന് ജനൽ തുറന്ന് നോക്കും, അപ്പോഴും മല അവിടെ തന്നെയാണുള്ളത്. അപ്പോൾ പറഞ്ഞു, ദൈവമേ, ഞാൻ പ്രാർത്ഥിച്ചല്ലോ, വിശ്വാസത്തോടെയാണല്ലോ പ്രാർത്ഥിച്ചത്, എന്നിട്ട് ഈ മല ഇവിടെ തന്നെയാണല്ലോ. അപ്പോൾ പറഞ്ഞു, നീ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ നിനക്കത് സംഭവിക്കും. അപ്പോൾ വീണ്ടും പ്രാർത്ഥിച്ചു പോയി കിടന്ന് പിറ്റേന്ന് വന്ന് നോക്കുന്നു, മല അവിടെ തന്നെയുണ്ട്. അപ്പോഴത്തേക്ക് വീണ്ടും ദൈവത്തോട് ചോദിക്കും, ഞാൻ വിശ്വാസത്തോടെയാണ് പ്രാർത്ഥിക്കുന്നത്, അത്രയും വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചിട്ട് എന്തുകൊണ്ട് ഈ മല ഇവിടെ തന്നെ നിൽക്കുന്നു എന്ന് ചോദിച്ചു. 3ാമത്തെ പ്രാവശ്യവും അത് തന്നെ സംഭവിച്ചപ്പോഴത്തേക്ക് ദൈവം മറുപടി പറഞ്ഞു, നിനക്ക് വിശ്വാസം ഉണ്ടായിരുന്നുവെങ്കിൽ നീ ഈ ഭാഗത്തല്ല നോക്കേണ്ടത്, മല നിൽക്കേണ്ട ഭാഗത്തായിരുന്നു നീ പോയി നോക്കേണ്ടത്. നിനക്ക് വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് നീ വീണ്ടും മല നിന്നിരുന്ന ഭാഗത്ത് തന്നെ വന്ന് നോക്കിയതെന്ന് പറയും. അപ്പം നമുക്ക് വിശ്വാസം എന്ന് പറയുന്നത് ചുമ്മാ നമ്മൾ വാക്കുകൊണ്ട് പറയുന്നത് മാത്രമാകരുത്, നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നതായിരിക്കണം വിശ്വാസം. ഓക്കെ, ഒരു കാര്യത്തിന് വേണ്ടി 2 പേര്, ഇപ്പോൾ ശത്രുക്കളാണെങ്കിൽ തന്നെ 2 പേര്, ഇവർക്ക് അങ്ങനെ സംഭവിക്കണം, ഇവർക്ക് ഇങ്ങനെ സംഭവിക്കണം എന്ന് പറഞ്ഞ് 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും നേർച്ചകൾ നേരും. പക്ഷേ ഇത് നേർച്ചകൾ 2 പേര് നേരുമ്പോൾ ദൈവം എന്താ ചെയ്യുന്നത്, ആർക്കാ കൊടുക്കേണ്ടതെന്ന് ചിന്തിക്കും. പക്ഷേ ഇതിൽ ആരാണോ കടുത്ത വിശ്വാസത്തോടു കൂടി നിൽക്കുന്നത് അവരുടെ വിശ്വാസമാണ് സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ വിശ്വാസം ആരുടേതാണോ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളത് അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുക. അത് നെഗറ്റീവായാലും പോസിറ്റീവായാലും നിങ്ങളുടെ വിശ്വാസം എന്താണോ അത് തന്നെയാണ് നിങ്ങൾക്ക് സംഭവിക്കുന്നതെന്നാണ് പ്രപഞ്ചം പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ചാവിയാണ്. നിങ്ങൾക്ക് മുന്നോട്ട് പോകാം, അത് വിശ്വാസത്തോടു കൂടി എടുത്ത് മുന്നോട്ട് പോകാം. ഓക്കെ, പ്ലീസ് കേരള മദർ യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്ന കഴിഞ്ഞ മാസത്തിലെ ലൈഫ് ലെസൺ എന്താണ്? എൻ്റെ വ്യൂസിൻ്റെ കഴിഞ്ഞ മാസത്തിൽ നിന്നും ഉൾക്കൊള്ളേണ്ട പാഠം എന്താണ്? പ്ലീസ് കേരള മദർ യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജി ചോദിക്കുന്നു, കഴിഞ്ഞ മാസത്തിൽ നിന്നും ഉൾക്കൊള്ളേണ്ട പാഠം എന്താണ്? ഓക്കെ, ഇവിടെ ഉൾക്കൊള്ളേണ്ട പാഠത്തെ യൂണിവേഴ്സ് പറയുന്നത്, നിങ്ങൾ ഇമോഷണലായിട്ട് മാത്രം എപ്പോഴും ചിന്തിക്കാൻ പാടില്ല, അതുപോലെ തന്നെ പ്രാക്ടിക്കലായിട്ട് മാത്രം ജീവിതത്തെ കാണാനും പാടില്ല. രണ്ടും നമ്മൾ സമാസമം എടുക്കേണ്ടതായിട്ടുണ്ട് എന്നിവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഏദൻ തോട്ടത്തിലെ ഒരു സ്റ്റോറിയാണ് ഇവിടെ കാണിക്കുന്നത്. ഈ സ്ത്രീയുടെ പിറകിലായിട്ട് നമുക്ക് ഒരു മരം കാണാം. അത് വിലക്കപ്പെട്ട കനിയാണ്. ഓക്കെ, നന്മ തിന്മകളെക്കുറിച്ചുള്ള വൃക്ഷമാണ് ആ പിറകിലായിട്ട് കാണുന്നത്. അതിലൊരു സർപ്പത്തെയും കാണാൻ സാധിക്കും. കാരണം നമ്മളെ പ്രലോഭിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ വന്നിരിക്കും. പക്ഷേ അങ്ങനെ വന്നിരിക്കുന്ന സമയത്ത് നമ്മളെ പ്രലോഭനങ്ങളിൽ അകപ്പെട്ടു പോകാതെ നമുക്കുള്ള മെസ്സേജ് യൂണിവേഴ്സിൽ നിന്ന് നമ്മൾ സ്വീകരിച്ച് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ, ഈ വ്യക്തി മുകളിലോട്ടാണ് നോക്കുന്നത്. കാരണം ഈ വ്യക്തിക്ക് ഈ മെസ്സേജ് യൂണിവേഴ്സിൽ നിന്ന് സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. പ്രലോഭനങ്ങൾ പുറകിൽ നിന്ന് നമുക്ക് ഇഷ്ടംപോലെ വരുന്ന സമയത്ത് നമ്മൾ ആക്ഷൻ എടുക്കുന്നതിന് പകരം നമ്മൾ യൂണിവേഴ്സിൽ നിന്നും ആ ഒരു മെസ്സേജ് നമ്മൾ സ്വീകരിക്കുക. ഓക്കെ, എന്ന് യൂണിവേഴ്സ് ഇവിടെ പറയുന്നുണ്ട്, എന്ന് പ്രപഞ്ചശക്തി ഇവിടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഈ പുരുഷനെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ, പുരുഷൻ നോക്കുന്നത് തൻ്റെ ചുറ്റുമുള്ള തൻ്റെ കർത്തവ്യങ്ങളിലേക്കോ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിലേക്കോ അല്ല നോക്കുന്നത്. താൻ നോക്കുന്നത് എപ്പോഴും തൻ്റെ ഇണ എന്താണോ പറയുന്നത്, തൻ്റെ ഇണ എന്താണോ ചെയ്യുന്നത് അതിലേക്ക് മാത്രം ഫോക്കസ്ഡ് ആയിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പം ഇവിടെ ഇമോഷണലായിട്ട് മാത്രം ചിന്തിക്കാതെ നമ്മൾ പ്രാക്ടിക്കലായിട്ട് കൂടി ചിന്തിക്കേണ്ടതായിട്ടുണ്ട് എന്ന് ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് എംപററിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. നമുക്ക് വരുന്ന പ്രതികൂല സാഹചര്യങ്ങളെ നമ്മൾ അതിനെ ചെറുത്ത് തോൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാനസിക ബലം അല്ലെങ്കിൽ ഇന്നർ സ്ട്രെങ്ത് നമുക്ക് വേണം. അത് നോളജിലൂടെ നമുക്ക് ലഭിക്കേണ്ടതാണ്. നമ്മുടെ ജീവിതങ്ങൾ ഇത്രയും വർഷമായിട്ട് നമ്മൾ ജീവിച്ച് തീർത്ത ജീവിത പാഠങ്ങളിൽ നമ്മൾ ഒന്നും പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പരാജയമായിരിക്കും. പക്ഷേ നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു നോളജിനെ അത് നമ്മുടെ ജീവിത പാഠങ്ങളാക്കി പഠിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വിജയിക്കുവാൻ സാധിക്കും. നമ്മുടെ ബുദ്ധിയും അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് 6 and 4 ആണ് വന്നിരിക്കുന്നത്. 6 എന്ന് പറയുമ്പോൾ നമ്മുടെ റിലേഷൻഷിപ്പ്, നമ്മുടെ സാമ്പത്തിക, നമ്മുടെ മാനസിക ബലം അതൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, നമ്മുടെ
ഇമോഷണൽ സ്ട്രെങ്തിനെയാണ് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇത് നമ്മുടെ മെൻ്റൽ സ്ട്രെങ്ത് ആണ്, 4 നമ്പറാണ്. ഓക്കെ, രാഹുവിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഈ ഒരു എനർജിയിലൂടെ കടന്നു പോകണം. നിങ്ങളുടെ ലൈഫ് ലെസൺ ഇതാണ് പ്രപഞ്ചം നൽകുന്നത്. ഓക്കെ, നിങ്ങൾക്കിത് റെസനേറ്റ് ആയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്കിത് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, നിങ്ങൾക്ക് കമൻറ്റ് പറയാവുന്നതാണ്. ഓക്കെ, നിങ്ങൾ പേഴ്സണൽ റീഡിംഗ് എടുക്കുവാനോ ടാരോ കാർഡ് പഠിക്കുവാനോ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ എനിക്ക് 10-15 കാർഡ്സുകളുണ്ട്. എൻ്റെ ഈ പഴയ കാർഡ്സ് മാറ്റിക്കൂടി എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം കാർഡ്സ് എന്ന് പറയുന്നത് ഇത് എൻ്റെ ആദ്യത്തെ കാർഡ്സാണ്. മറ്റേത് കാർഡ്സിനെക്കാളും എനിക്ക് നല്ല കണക്റ്റായി വരുന്നത് ഈ ഒരു കാർഡാണ്. അപ്പം ഞാൻ ഇത്രയും ഉദ്ദേശിക്കുന്നുള്ളൂ. ഇനി കുറച്ചുകൂടി പഴകുമ്പോൾ അല്ലെങ്കിൽ കീറി പോകുന്ന സമയമാകുമ്പോഴത്തേക്കും നമുക്ക് മാറ്റായിരിക്കാം. പക്ഷേ ഈ കാർഡ്സിനോട് ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. മാത്രമല്ല, നമ്മൾ എന്തിനോടാണോ കൂടുതൽ അറ്റാച്ച് ആയിരിക്കുന്നത് അവരുടെ എനർജി നമുക്ക് കിട്ടും. അത് വാഹനമായിരുന്നാലും വീടായിരുന്നാലും എന്ത് തന്നെയാണെങ്കിലും ആ അറ്റാച്ചിൽ നിന്ന് നമുക്കൊരു ഓറ ശക്തി ലഭിക്കും. നമ്മുടെ കല്ല്, നമ്മൾ ഇപ്പം വിശ്വസിക്കുന്ന ഒരു മൂർത്തി, അതെന്ത് തന്നെയാണെങ്കിലും അതിൽ നമ്മൾ ഉറച്ച് വിശ്വസിക്കുകയാണെങ്കിൽ, അത് എത്ര പഴകിയതാണെങ്കിലും അതിൽ നിന്ന് പോസിറ്റീവ് എനർജി വരുന്നുണ്ടെങ്കിൽ നമ്മളത് മാറ്റേണ്ട കാര്യമില്ല. അപ്പം പുറമേയുള്ള സൗന്ദര്യത്തിലല്ല, ഇതിൽ നിന്ന് കിട്ടുന്ന നോളജിലാണ് കാര്യം എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഗോഡ് ബ്ലസ് യു. ഞാൻ വേറെ കാർഡ്സുകളും കൂടി എടുക്കാൻ ശ്രമിക്കാം. ഓക്കെ, ടെൻഷൻ അടിക്കേണ്ട, കാരണം എനിക്ക് കൂടുതലും അറ്റാച്ച് വരുന്നത് കൊണ്ടാണ് ഞാൻ എപ്പോഴും ഈ കാർഡ് തന്നെ എടുക്കുന്നത്. ഓക്കെ, എനിക്ക് ഒരുപാട് കാർഡ്സുകളുണ്ട്. 15 കാർഡ്സുകൾ വേറെ ഇരിപ്പുണ്ട്. ഓക്കെ, താങ്ക് യു. ഗോഡ് ബ്ലസ് യു.